അതിനാണ് നമ്മുടെ സംഘിക്കുട്ടിയായിട്ടുള്ള ശിവൻകുട്ടി പറഞ്ഞത് അത് സ്വർണത്തിന്റെ നൂലാണ്. ഇയാൾക്ക് സ്വർണവും സാധാരണ ചരിത്രം കണ്ട തിരിച്ചറിയില്ല. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെയുള്ള ചിത്രങ്ങളെ കുറിച്ച്, ഉണ്ണികൃഷ്ണൻ പോറ്റി കീഴ്ശാന്തി എന്നുള്ള നിലയിൽ പല VIP-കളെയും കണ്ടു കാണും. കാരണം ശബരിമല ശാന്തിയല്ലേ, കീഴ്ശാന്തി എന്നൊന്നും പറയില്ല. VIPസിന്റെ ഒക്കെ എടുത്തു പറയും ശബരിമല ശാന്തിയാന്ന് പറയും. സ്വാഭാവിക അപ്പോയിന്റ്മെന്റ് കൊടുക്കും. കാരണം ക്ഷേത്രത്തിലൊരു വലിയൊരു ഇന്ത്യക്ക് പുറത്ത് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമല്ലേ. അവിടുത്തെ ശാന്തിക്കാരൻ വന്ന് അമ്പലത്തിലെ പ്രസാദവും കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റ് കൊടുക്കും. അങ്ങനെ പോയിട്ട് സോണിയാഗാന്ധിയെ കണ്ടു. സോണിയാഗാന്ധിയെ കണ്ട് ഒരു ചരട് അവിടെ അമ്പലത്തിലെ പൂജിച്ച ചരടെന്ന് പറഞ്ഞ് കയ്യിൽ കെട്ടി കൊടുത്തു. അതിനാണ് നമ്മുടെ സംഘിക്കുട്ടിയായിട്ടുള്ള ശിവൻകുട്ടി പറഞ്ഞത് അത് സ്വർണത്തിന്റെ നൂലാണ്. ഇയാൾക്ക് സ്വർണവും സാധാരണ ചരിത്രം കണ്ട തിരിച്ചറിയില്ല ഈ സംഘിക്കുട്ടിക്ക്. ഇപ്പൊ അതുകൊണ്ട് സോണിയാഗാന്ധി ഇതിൽ പെടുത്തി കോൺഗ്രസ്സുകാരെ നിശബ്ദരാക്കാനാണ് ഭാവമെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നത്തെ ഇവിടെ കൂടിയിട്ടുള്ള ജനക്കൂട്ടം. അങ്ങനെ ഫോട്ടോ കാണിച്ച് പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഫോട്ടോ പലരുടെ കൂടിയും പല ഫോട്ടോ ഉണ്ടാവും. ഞാനൊക്കെ സാധാരണ ഏത് ചടങ്ങിന് ചെന്നാലും യാത്ര ചെയ്യുമ്പോഴും സെൽഫി എടുക്കട്ടെ എന്ന് ആരെങ്കിലും വന്നാൽ ഞാൻ വേണ്ടാന്ന് പറയാറില്ല. ആരെയൊക്കെ കൂടെ സെൽഫി എടുത്തുന്ന എനിക്ക് തന്നെ അറിയില്ല. ഏതായാലും പോയിട്ട് ഞാൻ ഒരു ഒരുമിച്ച് യാത്ര ചെയ്ത് ഓർമ്മ എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള ഫോട്ടോ ചിലപ്പോൾ കാണില്ല. ഇനി കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ എല്ലാവരെയും ഈ സെൽഫി എടുക്കുന്നതോടൊന്നും ഞാൻ വേണ്ടാന്ന് പറയാറില്ല. അത് പുരുഷന്മാരോട് സ്ത്രീകളോടൊപ്പമുള്ള സെൽഫിയൊക്കെ ധാരാളമുണ്ട്. ഇവിടെ ഒരു ഫോട്ടോവിന്റെ പേരിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ? മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ഫോട്ടോ ഏതാ? ഒരു ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ്. അവിടെ ഇയാൾ എന്തിനു വന്നു? ഞാൻ ചോദിക്കട്ടെ, സ്വന്തം സഖാക്കളെ പോലും അടുത്ത് നിർത്താത്ത പിണറായി ഇയാളെ അടുത്ത് നിർത്തിയുള്ള യാഥാർത്ഥ്യല്ലേ? അതെന്തിനായിരുന്നു? സോണിയാഗാന്ധിക്ക് പങ്കിട്ട് പറഞ്ഞുതരാം. BJP അല്ല, നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പല കാര്യങ്ങളിലും BJP മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നാണ് എന്നുള്ളതിന്റെ തെളിവാണ് രാജീവ് ചന്ദ്രശേഖരൻ പോലും സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരേ ഒരാൾ